Hi students, today we are discussing about Keynes liquidity preference theory of interest. അപ്പോൾ നമുക്ക് ഇതുവരെ നമ്മൾ ന്യൂ ക്ലാസിക്കൽ തിയറി പഠിച്ചു ഇൻട്രസ്റ്റിൻ്റെ. ഇതിൽ കെയ്ൻസിൻ്റെ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറിയാണ്. അപ്പോൾ ഈ ഒരു പേര് നോക്കുക, ലിക്വിഡിറ്റി പ്രിഫറൻസ് എന്നാണ് അല്ലേ. എന്താണ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ലിക്വിഡിറ്റി? ലിക്വിഡിറ്റി മീൻസ് ഈസിനെസ് അല്ലെങ്കിൽ the preference of people to keep cash. Okay, the preference of people to keep cash because it is the cash is 100% liquid asset, so people prefer to keep it for meeting their different purposes. അപ്പോൾ ഇവിടെ പല ടൈപ്പ് ഓഫ് പർപ്പസസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലിക്വിഡ് ക്യാഷ് ആയിട്ട് കയ്യിൽ വയ്ക്കാനായിട്ട് ആളുകൾ ആഗ്രഹിക്കുന്നു. ആ ഒരു പ്രിഫറൻസിനെയാണ് നമ്മളിവിടെ ലിക്വിഡിറ്റി പ്രിഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോക്കാം, ദ ഡിസയർ ഓർ പ്രിഫറൻസ് ടു ഹോൾഡ് ക്യാഷ് ഓർ മണി റാദർ ദാൻ അതർ അസറ്റ്സ് ഇസ് കോൾഡ് ആസ് ലിക്വിഡിറ്റി പ്രിഫറൻസ് ഓർ ദ ഡിമാൻഡ് ഫോർ മണി. അപ്പോൾ ഇവിടെ ആളുകൾ പണം ഡിമാൻഡ് ചെയ്യുന്നത് അത് ലിക്വിഡാക്കി കയ്യിൽ തന്നെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ മറ്റൊന്നിനുമല്ല. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ലിക്വിഡായിട്ട് പണം സൂക്ഷിക്കുന്നത് എന്നാണ് നമ്മൾ ഈ തിയറി പറയുന്നത്. ഓക്കെ, അപ്പോൾ മറ്റുള്ള അസറ്റ്സായിട്ട് കീപ്പ് ചെയ്യാതെ പണമായി തന്നെ കയ്യിൽ സൂക്ഷിക്കുന്നു. അതാണ് ലിക്വിഡിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലിക്വിഡിറ്റി പ്രിഫറൻസ് ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇനി നമ്മൾ ആലോചിക്കുക, നമ്മളൊരു നിശ്ചിത എമൗണ്ട് ഓഫ് മണി കയ്യിൽ നമ്മൾ സൂക്ഷിക്കുന്നു. അപ്പോൾ ഈ പണം കയ്യിൽ സൂക്ഷിക്കുമ്പോൾ നമ്മൾ എന്ത് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്? ഈ പണം നമ്മൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടേണ്ടിയിരുന്ന റിട്ടേൺ, അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ എങ്ങനെ സാക്രിഫൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ സാക്രിഫൈസ് ചെയ്യാൻ വില്ലിങ് ആവുന്നു എന്ന് നമുക്ക് നോക്കാം. അത് എന്തിൻ്റെ ബേസിസിലാണ്? അപ്പോൾ നമ്മൾ ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ സാക്രിഫൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പോട്ടെ എന്ന് കരുതി നമ്മൾ പല പർപ്പസിന് വേണ്ടി നമ്മൾ കൈവയ്ക്കും അല്ലേ. അപ്പോൾ അത് എന്തിനെ ആശ്രയിച്ചിരിക്കുകയാണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലാണ്, നമുക്കിപ്പോൾ ബാങ്കിൽ ഇട്ടാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ഇട്ടാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് കൂടുതൽ കിട്ടുന്നുവെങ്കിൽ നമ്മൾ അതൊന്നും അത്രയൊന്നും നമ്മൾ സാക്രിഫൈസ് ചെയ്യത്തില്ല, കൂടുതൽ പൈസ കയ്യിൽ വെക്കില്ല. അപ്പോൾ അത് മെയിനായിട്ട് നമ്മുടെ ഈ ലിക്വിഡിറ്റി പ്രിഫറൻസ് എന്തിനെ ആശ്രയിച്ചിരിക്കുകയാണ്? എത്രത്തോളം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം, കെയ്ൻസ് ഹെൽഡ് ദാറ്റ് ഇൻട്രസ്റ്റ് ഇസ് എ പ്യുവർലി മോണിറ്ററി ഫിനോ. അതുകൊണ്ടാണ് കെയ്ൻസ് മോണിറ്ററി ഫിനോമിനാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ഡിറ്റർമിൻഡ് ബൈ ദ ലിക്വിഡിറ്റി പ്രിഫറൻസ് ഓർ ഡിമാൻഡ് ഫോർ മണി. അപ്പോൾ ഈ ഇൻട്രസ്റ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്ന എന്താണെന്നാണ് അദ്ദേഹം പറയുന്നത്? ആളുകളുടെ ലിക്വിഡിറ്റി പ്രിഫറൻസ് ആണ്, അഥവാ ഡിമാൻഡ് ഫോർ മണിയാണ്. ആളുകൾ എത്രത്തോളം പണം ഡിമാൻഡ് ചെയ്യുന്നു, എന്തൊക്കെ ആവശ്യങ്ങൾക്ക് ഡിമാൻഡ് ചെയ്യുന്നു, അതിനെ ആശ്രയിച്ചിരിക്കുകയാണ് നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന്. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു ഹിം പീപ്പിൾ ഹാവ് പ്രിഫറൻസ് ഫോർ ക്യാഷ് ഓർ ലിക്വിഡിറ്റി. ആളുകൾക്കെല്ലാം എന്താവശ്യമുണ്ട്? പ്രിഫറൻസ് ഫോർ ക്യാഷ്, ക്യാഷിനോടുള്ള പ്രിഫറൻസ് ഉണ്ട്, അല്ലെങ്കിൽ ലിക്വിഡിറ്റിക്കുള്ള പ്രിഫറൻസ് ഉണ്ട്. ദേ കനോട്ട് ഗിവ് അപ്പ് ക്യാഷ് അൺലെസ് ദ ഹോൾഡർ ഓഫ് ക്യാഷ് ഇസ് ഓഫേർഡ് സം ഇൻഡ്യൂസ്മെന്റ് ടു ഡു സോ. ആളുകൾ എപ്പോഴാണ് ക്യാഷ് കയ്യിൽ വെക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ ഗിവ് അപ്പ് ചെയ്യുന്നത്? എപ്പോഴാണ്? ആ ക്യാഷ് ആ ക്യാഷിൻ്റെ ലിക്വിഡിറ്റി അവർ സാക്രിഫൈസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ക്യാഷ് അവർ ഗിവ് അപ്പ് ചെയ്യുമ്പോൾ, കയ്യിൽ വെക്കാതെ ക്യാഷ് ഗിവ് അപ്പ് ചെയ്യുമ്പോൾ ആ എതിർകക്ഷി, ദാറ്റ് മീൻസ് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ ആ പണം ഏൽപ്പിക്കുന്നത്, അവരെന്ത് ഓഫർ ചെയ്യണം? ചില ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഇൻഡ്യൂസ്മെന്റ് കൊടുക്കണം. ഓക്കെ, പണം കയ്യിൽ വെക്കാതെ നമ്മൾ ആ ഇൻസ്റ്റിറ്റ്യൂഷനെ ഏൽപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാസ് ടു പ്രൊവൈഡ് അസ് അല്ലെങ്കിൽ ഹാസ് ടു ഓഫർ അസ് സം ഇൻഡ്യൂസ്മെന്റ്. ദാറ്റ് ഇൻഡ്യൂസ്മെന്റ് ഇസ് കോൾഡ് ഇൻട്രസ്റ്റ്. മനസ്സിലായോ? The inducement to the holder of cash or liquidity can be in the form of interest. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. In the words of Keynes, interest is the reward for parting with liquidity for a specific period. അതുകൊണ്ടാണ് കെയ്ൻസ് പറഞ്ഞ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ റിവാർഡ് ഫോർ പാർട്ടിങ് വിത്ത് ലിക്വിഡിറ്റി. നമ്മൾ എന്താ ആക്ച്വലി പാർട്ടിങ് ചെയ്യുന്നത്? ലിക്വിഡിറ്റിയാണ് പാർട്ടിങ് ചെയ്യുന്നത്. എന്തിന്? ഫോർ എ സ്പെസിഫിക് പീരീഡ്. അത് 1 മാസമാകാം, 2 മാസമാകാം, 1 വർഷമാകാം, 5 വർഷമാകാം, എത്രയോ ആയിക്കോട്ടെ. അത്രയും വർഷത്തേക്ക് നമ്മൾ ലിക്വിഡിറ്റിയെ പാർട്ട് ചെയ്യുകയാണ്, ലിക്വിഡിറ്റിയുമായി നമ്മൾ പിരിയുകയാണ്, അല്ലെങ്കിൽ ലിക്വിഡിറ്റിയെ നമ്മൾ സാക്രിഫൈസ് ചെയ്യുകയാണ്. ഇപ്പോൾ
സ്ട്രോങ്ങർ ദ ലിക്വിഡിറ്റി പ്രിഫറൻസ് ഹയർ ഇൻട്രസ്റ്റ് മസ്റ്റ് ബി ഓഫർഡ്. നമുക്ക് ലിക്വിഡിറ്റി കൂടുതലാണെങ്കിലോ, കൂടുതൽ നാൾ നമുക്ക് കൈ വെക്കണം, അല്ലെങ്കിൽ കൂടുതൽ പൈസ നമ്മൾ കൈ വെക്കണം നമുക്ക് തോന്നുവാണെങ്കിൽ ആ ലിക്വിഡിറ്റി, ആ പ്രിഫറൻസിനെ നമ്മളിൽ നിന്ന് മാറ്റണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഹയർ ഇൻട്രസ്റ്റ് ഓഫർ ചെയ്യണം. അപ്പോൾ ഹയർ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ലോവർ ലിക്വിഡിറ്റി ആയിരിക്കും. ഓക്കെ, ഇനി ലോവർ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഹയർ ലിക്വിഡിറ്റി ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഇനി മോട്ടീവ്സ്, എന്തൊക്കെ മോട്ടീവ്സ് ആണ് നമുക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്നത് നോക്കാം. അതായത് ക്യാഷ്, ലിക്വിഡ് ക്യാഷ് ആയിട്ട് നമുക്ക് കയ്യിൽ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഏതൊക്കെ മോട്ടീവ്സ് ആണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത് എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. മെയിൻലി നമുക്ക് 3 തരത്തിലുള്ള മോട്ടീവ്സ് ആണ് നമ്മുടെ പിന്നിലുള്ളത്. അതായത് ഈ പാർട്ടിങ് വിത്ത് ലിക്വിഡിറ്റി, എപ്പോഴൊക്കെയാണ് നമ്മൾ ലിക്വിഡ് ക്യാഷ് നമ്മൾ കൈ വെക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ മോട്ടീവ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലിക്വിഡ് ക്യാഷ് ആയിട്ട് കയ്യിൽ വെക്കുന്നത് നോക്കാം. ഒന്നാമതായിട്ട് ട്രാൻസാക്ഷൻ മോട്ടീവാണ്. എന്താണ് ഈ ട്രാൻസാക്ഷൻ മോട്ടീവ്? ഇത്രയേ ഉള്ളൂ. നമ്മൾ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് നടത്തുന്നതിന് വേണ്ടി നമ്മൾ കയ്യിൽ ക്യാഷ് വെക്കുന്നു, അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ബസ് കൂലിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പാല് വാങ്ങിക്കുന്നതിന്, ദിവസവും പാല് വാങ്ങിച്ച് കാശ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ, കൊടുക്കുന്നവരാണെങ്കിൽ നമ്മൾ കുറച്ച് പൈസ അതിന് വെക്കും. പച്ചക്കറി വാങ്ങിക്കുന്നതിന്, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, മൊബൈൽ റീചാർജ് ചെയ്യും. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ദിവസം ദൈനംദിന ചെലവിന് വേണ്ടി ക്യാഷ് നമ്മൾ ബാങ്കിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യും, നമ്മുടെ കൈവശം മാറ്റി വെക്കുന്നു. കൈവശമോ നമ്മുടെ അലമാരിയിലോ പേഴ്സിലോ ഒക്കെ നമ്മൾ മാറ്റി വെക്കുന്നതിനെയാണ് മണി കെപ്റ്റ് ഫോർ ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ക്യാഷ് ഹെൽഡ് ഫോർ ദ മോട്ടീവ് ഓഫ് conducting transaction signifies the demand for money or liquidity preference for transaction motive. The demand for a transaction motive or the liquidity preference for this motive depends upon such a factor. ഇപ്പോൾ ഈ ഇങ്ങനെ നമ്മൾ പണം മാറ്റി വെക്കുന്നത് എന്തിനെ ആശ്രയിച്ചിരിക്കും? ഇപ്പോൾ ഒരുപാട് ഇൻകം ഉള്ള ആളിനെ സംബന്ധിച്ച് അയാൾ കൂടുതൽ പൈസ മാറ്റി വെക്കും. കുറച്ച് ഇൻകം ഉള്ള ആൾക്ക് അത്രയും പൈസ മാറ്റി വെക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതാണ് ദ ക്യാഷ്. അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സിനെ ആശ്രയിച്ചിരിക്കുകയാണ് ഈ ലിക്വിഡിറ്റി പ്രിഫറൻസ്, അല്ലെങ്കിൽ നമ്മൾ ട്രാൻസാക്ഷൻ മോട്ടീവിന് വേണ്ടി ലിക്വിഡിറ്റി കീപ്പ് ചെയ്യുന്നതിന് എന്തൊക്കെ ആശ്രയിച്ചിരിക്കുന്നു? ഒന്ന് ഫാക്ടേഴ്സ് ലൈക്ക് ലെവൽ ഓഫ് ഇൻകം, ദെൻ ഫ്രീക്വൻസി ഓഫ് റെസീറ്റ് ഓഫ് ഇൻകം, ലെവൽ ഓഫ് സ്പെൻഡിങ്, ടൈം ഇന്റർവെൽ ബിറ്റ്വീൻ ദ റെസീറ്റ് ഓഫ് ഇൻകം ആൻഡ് സ്പെൻഡിങ് ആൻഡ് വോളിയൂം ഓഫ് ബിസിനസ്. ഇതിനെല്ലാം ആശ്രയിച്ചിരിക്കുകയാണ് എത്രത്തോളം പണം നമ്മൾ ട്രാൻസാക്ഷൻ മോട്ടീവിന് വേണ്ടി കയ്യിൽ സൂക്ഷിക്കുന്നു എന്നതിന്. ഓക്കെ, ടു സം അപ്പ്, കെയ്ൻസ് ഹെൽഡ് ദാറ്റ് മണി ഡിമാൻഡഡ് ഫോർ ട്രാൻസാക്ഷൻ മോട്ടീവ് ഇസ് എ ഡയറക്റ്റ് ഫംഗ്ഷൻ ഓഫ് ദ ലെവൽ ഓഫ് ഇൻകം. അപ്പോൾ ഇവിടെ നമ്മുടെ ട്രാൻസാക്ഷൻ മോട്ടീവിന് നമ്മൾ പണം സൂക്ഷിക്കുക എന്ന് പറയുന്നത് എന്തിനെ ആശ്രയിച്ചിരിക്കുകയാണ്? ലെവൽ ഓഫ് ഇൻകത്തെ ആശ്രയിച്ചിരിക്കുകയാണ്. അപ്പോൾ MDT മീൻസ് എന്താണ്? മണി ഡിമാൻഡഡ് ഫോർ ട്രാൻസാക്ഷൻ മോട്ടീവ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ലെവൽ ഓഫ് ഇൻകം. ഓക്കെ, ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒന്നും വരുന്നില്ല. നമ്മുടെ ഇൻകം ലെവൽ, നമ്മുടെ എത്ര ലെവൽ ഓഫ് ഇൻകം, നമുക്ക് ഹൈ ലെവൽ ഓഫ് ഇൻകം ആണെങ്കിൽ കൂടുതൽ പണം ട്രാൻസാക്ഷൻ മോട്ടീവിന് വേണ്ടി വെക്കുന്നു, ലോ ഇൻകം ആണെങ്കിൽ കുറവ് പണം വെക്കുന്നു, അതാണ്. ഓക്കെ, അപ്പോൾ MDT ഈസ് എ ഫംഗ്ഷൻ ഓഫ് ലെവൽ ഓഫ് ഇൻകം. ഇൻ അതർ വേർഡ്സ്, ഡിമാൻഡ് ഫോർ മണി ഫോർ ട്രാൻസാക്ഷൻ മോട്ടീവ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇവിടെ ഇൻകം മാത്രമാണ്, ഇൻകത്തെ മാത്രം ആശ്രയിച്ചിരിക്കുകയാണ് എത്ര പണമാണ് നമ്മൾ ട്രാൻസാക്ഷൻ മോട്ടീവിന് വെക്കുന്നതെന്നുള്ളത്. ഓക്കെ, അത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റുമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, അടുത്തത് നമ്മുടെ പ്രിക്കോഷണറി മോട്ടീവാണ്. പ്രിക്കോഷണറി മോട്ടീവിന് വേണ്ടി നമ്മൾ എത്ര പണം സൂക്ഷിക്കുന്നുവെന്ന് അതും എന്തിനെ ആശ്രയിച്ചിരിക്കുകയാണ്? നമ്മുടെ ഈ ലെവൽ ഓഫ് ഇൻകത്തെ ആശ്രയിച്ചിരിക്കുകയാണ്. അപ്പോൾ നോക്കാം, രണ്ടാമത്തത് പ്രിക്കോഷണറി മോട്ടീവ്. അപ്പം നോക്കുക, ദ എമൗണ്ട് ഓഫ് മണി ഹെൽഡ് ബൈ വേ ഓഫ് പ്രിക്കോഷൻ അഗെയിൻ. ഇപ്പം എന്താ ഈ പ്രിക്കോഷൻ എന്ന് പറഞ്ഞ വേർഡ് തന്നെ? അൺഫോർസീൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എമർജൻസി, എന്തെങ്കിലും ഒരു കണ്ടിജൻസി, നമുക്ക് പെട്ടെന്ന് ഒരാൾക്ക് ഒരു അസുഖം വന്നു, പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് വന്നു, അല്ലെങ്കിൽ പെട്ടെന്നൊരു അത്യാഹിതം വന്നു, അങ്ങനെ വരുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഒരു സുഹൃത്തിനെ നമുക്ക് സഹായിക്കേണ്ടി വന്നു, അയാൾക്കൊരു അത്യാവശ്യം വന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ അൺഫോർസീൻ ആയിട്ടുള്ള ഒരു കണ്ടിജൻസി മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അത്യാവശ്യം കുറച്ച് പൈസ സൂക്ഷിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മണി കെപ്റ്റ് ഫോർ പ്രിക്കോഷണറി മോട്ടീവ്, അല്ലെ മണി ഡിമാൻഡഡ് ഫോർ പ്രിക്കോഷണറി മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പോഴും ദ പ്രിക്കോഷണറി ഡിമാൻഡ് ഫോർ മണി ഈസ് ഡിറ്റർമിൻഡ് ബൈ, അപ്പോൾ ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസാക്ഷൻ മോട്ടീവ് പോലെ തന്നെ ഈ പറയുന്ന ഫാക്ടേഴ്സിനാൽ ഡിറ്റർമിൻ ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ നോക്കുക, ദ ലെവൽ ഓഫ് ഇൻകം, നേച്ചർ ഓഫ് സൈക്കോളജി ഓഫ് പീപ്പിൾ, നേച്ചർ ഓഫ് എൻ്റർപ്രൈസസ്, ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ കൺസർവേറ്റിസം, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇവിടെ, ഡിഗ്രി ഓഫ് ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ കൺസർവേറ്റിസം എന്നാണ് ഇല്ല, ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ കൺസർവേറ്റിസം,
എന്ന് വെച്ചാൽ നമ്മുടെ ഒരു അന്ധമായ വിശ്വാസം, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ള അന്ധമായ വിശ്വാസം, നമുക്ക് എപ്പോൾ പോയാലും പൈസ എടുക്കാം, വിഡ്രോ ചെയ്യാം എന്നൊക്കെയുള്ള ആ ഒരു വിശ്വാസം, ആക്സസ് ടു ദ ക്രെഡിറ്റ് മാർക്കറ്റ്, ഡിഗ്രി ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് മണി ആൻഡ് ദെൻ ക്യാപിറ്റൽ ആൻഡ് ഹോൾഡ് ക്യാപിറ്റൽ മാർക്കറ്റിലും മണി മാർക്കറ്റിലും ഒക്കെ നമുക്ക് പണം സൂക്ഷിക്കണം എന്നുള്ള ഒരു താല്പര്യം. അപ്പോൾ ഹോൾഡ് വേണമെന്നില്ല, ഇവിടെ മണി ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റിലുള്ള വിശ്വാസം, അതുപോലെ എക്സിസ്റ്റൻസ് ഓഫ് സോഷ്യൽ ഇൻഷുറൻസ് ആണ്, സോഷ്യൽ ഇൻഷുറൻസിലുള്ള നമ്മുടെ ഒരു വിശ്വാസം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രിക്കോഷണറി ഡിമാൻഡ് ഫോർ മണിയെ ഡിറ്റർമിൻ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ലെവൽ ഓഫ് ഇൻകം, അതുപോലെ ആളുകളുടെ സൈക്കോളജി, കൂടുതൽ പണം കൈ വെക്കണോ കുറവ് പണം കൈ വെക്കണോ എന്നൊക്കെയുള്ള ഒരു സൈക്കോളജി. ചില ആളുകൾക്ക് ഒരു പ്രയാസമായിരിക്കും, കുറച്ച് പൈസ കൈ വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രയാസമായിരിക്കും. അതുപോലെ നമ്മുടെ ഏത് ടൈപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇപ്പോൾ ചില ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാ ദിവസവും തുറക്കത്തില്ല, അപ്പോൾ നമുക്ക് വൈകുന്നേരമാണ് പൈസയുടെ ആവശ്യമെങ്കിൽ ഇപ്പോൾ നമ്മൾ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ 5 മണിക്ക് ശേഷം പൈസ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു നേച്ചർ. ദെൻ ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ കൺസർവേറ്റിസം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കുള്ളൊരു വിശ്വാസം, ഒരു അന്ധമായ വിശ്വാസം ഉണ്ടല്ലോ ചില ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിശ്വാസം നമ്മൾ കൂടുതൽ പൈസ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നും നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ വെച്ചാൽ മതിയെന്നും നമ്മളെ പ്രേരിപ്പിക്കുന്നു. ഇനി ആക്സസ് ടു ദ ക്രെഡിറ്റ് മാർക്കറ്റ്, നമുക്ക് പെട്ടെന്നൊരു പണം ആവശ്യം, നമ്മളുള്ളതെല്ലാം കൊണ്ട് FD ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ആവശ്യം വന്നാൽ ലോൺ എടുക്കുന്നതിനുള്ള ആക്സസ് ഉണ്ടോ. അതുപോലെ ഡിഗ്രി ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് മണി ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്, ഇതിൻ്റെ ഒരു സൗകര്യം. മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും ഞാൻ പറഞ്ഞിട്ടുണ്ട്. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ഫണ്ട്സിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ഫണ്ട്സിനുള്ള മാർക്കറ്റുമാണ്. ഈ തരം മാർക്കറ്റിൻ്റെ ഒരു അവൈലബിലിറ്റിയും അതുപോലെ എക്സിസ്റ്റൻസ് ഓഫ് സോഷ്യൽ ഇൻഷുറൻസ്, എത്രത്തോളം ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്. ഇപ്പോൾ ഈ മെഡിക്കൽ ക്ലെയിമൊക്കെ എടുത്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ കാർഡ് ഉണ്ട്, മെഡിക്കൽ കാർഡ് ഉണ്ടെങ്കിൽ അവർ നേരെ ഹോസ്പിറ്റലിൽ അങ്ങ് പോയാൽ മതി. അതിനുവേണ്ടി പ്രത്യേകിച്ച് പ്രിക്കോഷണറി മോട്ടീവായിട്ട് കൈ പണം സൂക്ഷിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ പ്രിക്കോഷണറി ഡിമാൻഡ് ഫോർ മണിയും എന്തിനെ ആശ്രയിച്ചിരിക്കുകയാണ്, ലെവൽ ഓഫ് ഇൻകത്തെ തന്നെ ആശ്രയിച്ചിരിക്കുകയാണ്. കൂടുതൽ ഇൻകം ഉള്ളവർ കൂടുതൽ പണം പ്രിക്കോഷണറി മോട്ടീവിന് കയ്യിൽ സൂക്ഷിക്കുന്നു, കുറവുള്ളവർ കുറവേ സൂക്ഷിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ കെയ്ൻസ് ബിലീവ്ഡ് ദാറ്റ് പ്രിക്കോഷണറി ഡിമാൻഡ് ഫോർ മണി ഈസ് ഇൻഡിപെൻഡൻറ്റ്. ഇതും എന്താണ്, ഇൻഡിപെൻഡൻറ്റ് ഓഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, പക്ഷേ ഡിപ്പെൻഡൻറ്റ് ഓഫ് ലെവൽ ഓഫ് ഇൻകം ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഡിമാൻഡും, അതായത് ട്രാൻസാക്ഷൻ മോട്ടീവും പ്രിക്കോഷണറി മോട്ടീവും എന്തിനെ ആശ്രയിച്ചിരിക്കുകയാണ്, പ്യുവർലി നമ്മുടെ ലെവൽ ഓഫ് ഇൻകത്തെ മാത്രം ആശ്രയിച്ചിരിക്കുകയാണ്. ഓക്കെ, അടുത്തതാണ് നമ്മുടെ, അപ്പോൾ ഇവിടെ ഇതിൻ്റെ സം ഒന്ന് നോക്കുക. ദ സം ഓഫ് ട്രാൻസാക്ഷൻ ആൻഡ് പ്രിക്കോഷണറി ഡിമാൻഡ് ഫോർ മണി ക്യാൻ ബി കൺസിഡേർഡ് ആസ് ആക്റ്റീവ് ബാലൻസസ്. അപ്പോൾ ഇവിടെ ഇത് രണ്ടും ആക്ച്വലി ആക്റ്റീവ് ബാലൻസസ് ആണ്. കാരണം പണം നമ്മൾ പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ ഡേ ടു ഡേ എക്സ്പെൻസസിന് വേണ്ടിയിട്ടും നമ്മൾ സൂക്ഷിക്കുന്നതാണ്. അപ്പോൾ ഈ പണം എപ്പോഴും എന്താണ്, ആക്റ്റീവാണ്. അപ്പം അതാണ് നമ്മൾ പറയുന്നത് MDA എന്ന് പറയുന്നത് എന്താണ്, MDA എന്ന് പറയുന്നത് ആക്റ്റീവ് ബാലൻസ് ആണ്. ഈ രണ്ടും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ FOI എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ MDA എന്ന് പറയുന്നത് എന്താണ്, MDT പ്ലസ് MDP ആണ്. MDT എന്ന് പറഞ്ഞാൽ മണി ഡിമാൻഡഡ് ഫോർ ട്രാൻസാക്ഷൻ പർപ്പസസും മണി ഡിമാൻഡഡ് ഫോർ പ്രിക്കോഷണറി മോട്ടീവും. അപ്പോൾ ഈ രണ്ടും കൂടെ ചേരുന്നതാണ് MDA. അപ്പോൾ ഈ MDA എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ഇൻകം ആണ്. ഓക്കെ, ഈ രണ്ടും ഫംഗ്ഷൻ ഓഫ് ഇൻകം എന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ കെയ്ൻസ്, ഇനി അക്കോർഡിംഗ് ടു കെയ്ൻസ്, അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ സം ഓഫ് ട്രാൻസാക്ഷൻസ് ആൻഡ് പ്രിക്കോഷണറി ഡിമാൻഡ് ഫോർ മണിയാണ് ആക്റ്റീവ് ബാലൻസസ് എന്ന് പറയുന്നത്. മണി ഡിമാൻഡഡ് ഫോർ ആക്റ്റീവ് ബാലൻസസ്. മണി MD ഓഫ് A എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ബാലൻസസ് മണി എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ എന്താണ് നമ്മുടെ ഈ ഒരു ഇതൊന്ന് ഡയഗ്രമാറ്റിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ആക്റ്റീവ് ബാലൻസസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റുമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞു. ഒന്ന് നോക്കുക, വെർട്ടിക്കൽ ഇവിടെ എക്സ് ആക്സിസിൽ നമ്മൾ മണി ഡിമാൻഡഡ് ഫോർ ട്രാൻസാക്ഷനും പ്രിക്കോഷണറി മോട്ടീവും നമ്മൾ മെഷർ ചെയ്യുന്നു. Y ആക്സിസിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മെഷർ ചെയ്യുന്നു. ഇവിടെ നോക്കുക, റേറ്റ് ഓഫ് നമ്മൾ പറഞ്ഞു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റുമായിട്ട് ഇത് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര കണ്ട് കൂടിയാലും R3 ആവുന്നു, R2 ആവുന്നു, R1 ആവുന്നു, എത്ര തന്നെ കൂടിക്കഴിഞ്ഞാലും നമ്മൾ എന്താണ്, ഇത്രയും പണം കയ്യിൽ ഫിക്സ്ഡ് ആയിട്ട് നമ്മൾ സൂക്ഷിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്, രണ്ട് പർപ്പസസിന് വേണ്ടി. എന്താ, ട്രാൻസാക്ഷൻ മോട്ടീവിനും പ്രിക്കോഷണറി മോട്ടീവിനും വേണ്ടി OM എമൗണ്ട് ഓഫ് മണി നമ്മൾ കയ്യിൽ സൂക്ഷിക്കും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര തന്നെ കൂട്ടിയാലും നമ്മൾ ഇത് ഇങ്ങോട്ട് കുറയ്ക്കാൻ പോകുന്നില്ല.
ഇത് ഇങ്ങോട്ട് കുറയ്ക്കുകയെന്ന് വെച്ചാൽ, അതായത് ലെഫ്റ്റിലോട്ട് ഈ കേവ് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്മൾ ഈ രണ്ട് പർപ്പസിന് വേണ്ടി പണം മാറ്റി വെക്കുന്നത് കുറയ്ക്കുന്നു എന്നാണ്. മനസ്സിലായോ? അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര കണ്ട് കൂടിയാലും നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഇതിങ്ങോട്ട് കുറയ്ക്കില്ല എന്നതിനെയാണ് ഈ ഡയഗ്രാം കാണിക്കുന്നത്. സിമ്പിൾ ഡയഗ്രാമാണ്. ഓക്കെ. അപ്പോൾ MDA ഇസ് ദ ആക്റ്റീവ് ബാലൻസ് കർവ് വിച്ച് ഇസ് പെർഫെക്റ്റ്ലി ഇൻറ്ററസ്റ്റ് ഇൻഇലാസ്റ്റിക്. അപ്പോൾ ഇതെന്താ കാണിക്കുന്നത്? ഇൻറ്ററസ്റ്റുമായിട്ട് ഇത് ഇൻഇലാസ്റ്റിക് ആണ്. വാട്ട് എവർ ബി ദ ചേഞ്ച് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്, ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ ഡിമാൻഡ് ഫോർ മണി ഫോർ ട്രാൻസാക്ഷൻ ആൻഡ് പ്രിക്കോഷണറി മോട്ടീവ്. അപ്പോൾ എത്ര ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിലും എന്താണ്, OM തന്നെയായിരിക്കും ഇവിടെ ഡിമാൻഡ് ഫോർ മണി. നെക്സ്റ്റ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയാണ്. ഇവിടെയാണ് ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളത്. ഇതെന്ന് പറയുന്നത് ലെവൽ ഓഫ് ഇൻകത്തെ അല്ല ആശ്രയിച്ചിരിക്കുന്നത്. ലെവൽ ഓഫ് ഇൻകത്തെ ഒരു പരിധിവരെ ആശ്രയിച്ചിരിക്കുന്നു. പക്ഷേ ദിസ് ഇസ് ഡിപ്പെൻഡൻ്റ് ഓൺ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ സേവിങ്സിന് വേണ്ടി നമ്മൾ സൂക്ഷിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്തിനെ ആശ്രയിച്ചിരിക്കുകയാണ്? സ്വാഭാവികമായിട്ടും ലെവൽ ഓഫ് ഇൻട്രസ്റ്റിനെ ആശ്രയിച്ചിരിക്കുകയാണ്. ലെവൽ ഓഫ് ഇൻട്രസ്റ്റുമായിട്ട് എന്താണിത്? ഇൻവേഴ്സ് റിലേഷൻ ആണ്. ലെവൽ ഓഫ് ഇൻട്രസ്റ്റ് കൂടുകയാണെങ്കിൽ ഡയറക്റ്റ് റിലേഷൻ ആണ്. ലെവൽ ഓഫ് ഇൻട്രസ്റ്റ് കൂടുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ പണം സ്പെക്കുലേറ്റീവ് മോട്ടീവിന് വെക്കുന്നു. അപ്പോൾ ഓക്കെ. അതുപോലെ തിരിച്ചും ലെവൽ ഓഫ് ഇൻട്രസ്റ്റ് കുറവാണെങ്കിൽ കുറച്ച് പണമേ നമ്മൾ സ്പെക്കുലേറ്റീവ് മോട്ടീവിന് വെക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ലെവൽ ഓഫ് ഇൻട്രസ്റ്റും സ്പെക്കുലേറ്റീവ് മോട്ടീവുമായിട്ട് എന്ത് റിലേഷൻ? ഡയറക്റ്റ് റിലേഷൻ. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബോണ്ട് പ്രൈസുമായിട്ടിത് എന്താണ്, ഇൻവേഴ്സ് റിലേഷനാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ബോണ്ടിൻ്റെ പ്രൈസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റുമായിട്ട് ഉള്ള റിലേഷൻ എന്ന് പറയുന്നത് ഇൻവേഴ്സ് റിലേഷനാണ്. കാരണം ബോണ്ട് പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവായിരിക്കും. ഓക്കെ. ബോണ്ട് പ്രൈസ് കുറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. ബോണ്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ കടപ്പത്രങ്ങളാണ്. ഈ കടപ്പത്രങ്ങളുടെ റേറ്റ് എപ്പോഴാണ് കൂടുന്നത്? അതിന് ഡിമാൻഡ് കൂടുതലിരിക്കുമ്പോഴാണ് അല്ലേ. അപ്പോൾ കടപ്പത്രങ്ങളുടെ റേറ്റ് കുറവുള്ളപ്പോഴാണല്ലോ നമ്മൾ പ്രൈസ് കുറവുള്ളപ്പോഴാണല്ലോ നമ്മൾ അതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ കടപ്പത്രങ്ങളുടെ ഈ എമൗണ്ട് അല്ലെ പ്രൈസ് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവായിരിക്കും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവാണെങ്കിൽ മാത്രമേ നമുക്ക് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, ഈ സെക്യൂരിറ്റി പ്രൈസസിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ലോൺ എടുത്തിട്ട് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഇതുമായിട്ട് എന്താണ്, നമുക്ക് ഇൻവേഴ്സ് റിലേഷനാണുള്ളത്. ഓക്കെ. ഇനി ഈ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് നമുക്ക് ഇക്വേഷൻ നോക്കുക. MDI ഇസ് എ ഫംഗ്ഷൻ ഓഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇവിടെ മണി ഡിമാൻഡഡ് ഫോർ സ്പെക്കുലേറ്റീവ് പർപ്പസ് എന്ന് പറയുന്നത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇവിടെ ഡയറക്റ്റ് റിലേഷനാണ്. ഇനി നമുക്ക് ഇതൊന്ന് ഡയഗ്രാമാറ്റിക്കലി നോക്കാം. ഈ റിലേഷൻഷിപ്പ് ഇവിടെ R1 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതൽ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് അല്ലേ. R1 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഇത്രയാണ്. M1 ആണ് നമ്മുടെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. ഇനി നോക്കുക, R2 ആവുമ്പോൾ R2 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് ബോണ്ട് പ്രൈസിൻ്റെ ഡിമാൻഡാണ്. ബോണ്ട് പ്രൈസിൻ്റെ ഡിമാൻഡ് അപ്പോൾ കൂടുന്നു. ഇൻട്രസ്റ്റ് റേറ്റും ഇതുമായിട്ട് ഞാൻ പറഞ്ഞു എന്താണ്, ഇൻവേഴ്സ് റിലേഷനാണെന്ന് പറഞ്ഞു. അപ്പോൾ R3 ആയിക്കഴിഞ്ഞാൽ ഇത്രയും M3 ആണ് നമ്മുടെ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് R3 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കയ്യിൽ ഐഡിൽ ബാലൻസ് വെക്കുന്നതിനുള്ള നമ്മുടെ ആ ഒരു പ്രിഫറൻസ് കോൺസ്റ്റൻ്റ് ആയിട്ട് മാറുന്നു. ഓക്കെ. ഇത് കഴിയുമ്പോൾ പിന്നെ ഇതിനെ ഈ ലിക്വിഡിറ്റി പ്രിഫറൻസ് ഫോർ മണി എന്ന് പറയുന്നത് സ്പെക്കുലേറ്റീവ് ലിക്വിഡിറ്റി പ്രിഫറൻസ് ഫോർ മണി എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നു? കോൺസ്റ്റൻ്റ് ആയിട്ട് മാറുകയാണ്. കാരണം പീപ്പിൾസ് പ്രിഫറൻസ് ബിക്കം സ്ട്രോങ്ങർ. ലിക്വിഡിറ്റി പ്രിഫറൻസ് നമുക്കിവിടെ സ്ട്രോങ്ങർ ആവുകയാണ്. അപ്പോൾ എത്ര തന്നെ പണം ഇതിനകത്ത് സെൻട്രൽ ബാങ്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്നു, അഡീഷണൽ ക്യാഷ് ഇഞ്ചെക്റ്റ് ചെയ്താലും സ്പെക്കുലേറ്റേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ പണം ഇഞ്ചെക്റ്റ് ചെയ്താലും, ഇക്കോണമിയിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്താലും സ്പെക്കുലേറ്റേഴ്സ് എന്ത് ചെയ്യുന്നു? അവരുടെ കയ്യിൽ അവർ വെക്കുന്ന ആ ഒരു പരിധി കോൺസ്റ്റൻ്റ് ആക്കുന്നു, അല്ലെങ്കിൽ ഇത്രയും M3 തന്നെ സൂക്ഷിക്കുന്നു.
എത്ര ലെവൽ ഓഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറച്ചാലും നമ്മൾ M3 തന്നെ കീപ്പ് ചെയ്യുന്നു. M3 എമൗണ്ട് ഓഫ് മണി തന്നെ നമ്മൾ കീപ്പ് ചെയ്യുന്നു. നമ്മൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാതെ ഒരു കോൺസ്റ്റൻറ്റ് ലെവൽ ഓഫ് മണി നമ്മൾ കീപ്പ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയയാണ് ലിക്വിഡിറ്റി. അതുകൊണ്ടാണ് ഇവിടെ ഈ കേർവിൻ്റെ ഷേപ്പ് ഉണ്ടോ, ഇതിങ്ങനെ ഡിമിനിഷിങ് വന്നിട്ട് ഇതിങ്ങനെ കോൺസ്റ്റൻ്റ് ആണ്. അതിനുശേഷം ഡിമിനിഷിങ് അല്ല, കോൺസ്റ്റൻ്റ് ആണ്. എന്താണ്? ലിക്വിഡിറ്റി പ്രിഫറൻസ് ഫോർ പീപ്പിൾ എന്താവുന്നു? ഇവിടെ കോൺസ്റ്റൻ്റ് ആവുകയാണ് ചെയ്യുന്നത് അറ്റ് R3 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ഇത് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. ഇത്രയുമാണ് നമ്മുടെ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറിയുടെ ഡിമാൻഡ് സെക്ഷൻ. ഇനി നമുക്കുള്ളത് ടോട്ടൽ ഡിമാൻഡ് ഫോർ മണി ഉണ്ട്, അതുപോലെ സപ്ലൈ സൈഡും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡിമാൻഡ് ഫോർ മണിയുടെ സെക്ഷൻ വരുന്നത്. ഓക്കെ, താങ്ക് യു.